ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജലജയും അതേപോലെ തന്നെ ദേവിയാനും കൂടി ഇന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ജലജ ഇങ്ങനെ പറയുകയാണ്, ഏതായാലും അച്ഛന് അസുഖം കൂടുതലായിരിക്കുമോ, അല്ല അവർ ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും വിളിച്ചില്ലല്ലോ, എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ കുശലം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ നീ അറിയുന്നത്, എൻ്റെ കാര്യമൊന്നുമില്ലല്ലോ, അച്ഛന് അസുഖം വരണമെന്നായിരിക്കും നിൻ്റെ ആഗ്രഹം. അയ്യോ ഏട്ടത്തി, എന്തേട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ അങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. അല്ല ഇനിയിപ്പോൾ ആദർശും നയനയും അച്ഛനെ കാണാൻ വേണ്ടി വരുമായിരിക്കോ, വന്നാലെന്താ കുഴപ്പം, എന്താ അവർക്ക് വരാൻ പാടില്ലേ? അയ്യോ ഏട്ടത്തി, വരാലോ, അല്ല പിണങ്ങിപ്പോയതാണല്ലോ, അപ്പം പിന്നെ അവർ വരുമോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചാണ്. അപ്പോൾ ജലജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, എൻ്റെ ദൈവമേ, അവർ രണ്ടുപേരും അച്ഛനെ കാണാനായിട്ട് വരാൻ പാടില്ല. നയനയും അതേപോലെ തന്നെ ആദർശും കൂടി കണ്ടു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മനസ്സെങ്ങാനും മാറിയാലോ, അച്ഛൻ്റെ മനസ്സ് മാറി അവർ രണ്ടുപേരെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ, ഒരു ടെൻഷൻ എനിക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ മനസ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനി പറയാണ്, നീ എന്താ ഇപ്പം ചിന്തിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി, നിൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ഇനി ആദർശും നയനയും അഥവാ അച്ഛനെ കാണാൻ ചെന്ന് അവർ തമ്മിൽ പ്രശ്നങ്ങളെല്ലാം സോൾവായി വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടക്കൂലല്ലോ, ആ ഒരു പേടിയായിരിക്കും നിൻ്റെ മനസ്സിൽ. എൻ്റെ പൊന്നേട്ടത്തി, ഞാൻ അങ്ങനെ മനസ്സിലൊന്നും ചിന്തിച്ചിട്ടില്ല ഏട്ടത്തി, ഞാൻ ചിന്തിക്കാത്ത കാര്യം എന്തിനാ ഏട്ടത്തി ഇങ്ങനെ പറയുന്നത്? അയ്യോ മാന്യത്തി, എന്തൊരു സ്നേഹം, ചിന്തിക്കാത്തൊരു മനുഷ്യത്തി, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നീ എന്തിനിവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത്, നീ പോയി കിടന്ന് ഉറങ്ങാനായിട്ട് നോക്ക്. അയ്യോ അത് പിന്നെ അച്ഛന് എന്ത് പറ്റിയെന്ന് അറിയാതെ വിവരങ്ങൾ അറിയാതല്ലേ തിരിച്ചിങ്ങോട്ട് വരുന്നതൊന്ന് കാണാൻ വേണ്ടി ഇരുന്നാണ്. അയ്യോ അച്ഛനോട് ഇത്രയും വലിയ സ്നേഹമാണോ, പിന്നെ സ്നേഹമില്ലാതിരിക്കുമോ എൻ്റെ ഏട്ടത്തി, എന്നെ അനാഥായ എന്നെ എടുത്ത് വളർത്തിയതല്ലേ എൻ്റെ അച്ഛനും അമ്മയും, അപ്പോൾ പിന്നെ എനിക്ക് അവരോട് സ്നേഹമില്ലാതിരിക്കാവോ എന്നൊക്കെ എനിക്ക് ചോദിച്ചപ്പോഴേക്ക് വേണ്ട, നീ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് സ്നേഹം കാണിച്ച് ഒലിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, മനുഷ്യനെ കുറച്ച് മനസ്സമാധാനം കിട്ടട്ടെ, പോ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പോയേക്കാം എന്നും പറഞ്ഞ് നമ്മുടെ ജലജ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ദേവയാനിക്കാണെങ്കിൽ അതിലേറെ ടെൻഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനെ ഡോക്ടർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ബി പി ഇച്ചിരി കൂടുതലാണ്. ബി പി കൂടി അപ്പോൾ ജയനോട് പറയുകയാണ്, അച്ഛന് ബി പി കൂടുതലാണുള്ളത്, എന്ത് പറ്റി ഇങ്ങനെ ബി പി കൂടാനുള്ള കാരണം, ശരിക്കും പറഞ്ഞാൽ സൂക്ഷിക്കണ്ടേ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന്, ഇതെന്ത് പറ്റി സാറേ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മുത്തശ്ശൻ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഏതായാലും ട്രിപ്പ് കയറട്ടെ, അതിനുശേഷം പിന്നീട് ഞാൻ നോക്കാം എന്ത് സംഭവിക്കുമെന്ന്, അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ദാ വരുന്നു നമ്മുടെ ആദർശും അതേപോലെ തന്നെ നയനയും കൂടി വരികയാണ്. അപ്പോൾ ഇവർ രണ്ടിനെയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ്റെ മനസ്സ് കുറച്ചൊന്ന് തണുക്കുക, പക്ഷേ ഇവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കണമല്ലോ. അപ്പോൾ ആദർശം ഓടി വന്നിട്ട്, മുത്തശ്ശ എന്ത് പറ്റി മുത്തശ്ശ, എങ്ങനെയുണ്ട് മുത്തശ്ശന് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്തിനാ കാണാൻ വേണ്ടി വന്നത്, അല്ല വീട് വിട്ട് ഇറങ്ങിയ ആൾക്കാരൊക്കെ എന്നെ കാണാൻ വേണ്ടി വരേണ്ട കാര്യമൊന്നുമില്ല, എന്നിട്ട് എന്തിനാ എനിക്ക് അസുഖം കൂട്ടാനാണോ എന്നൊക്കെ ചോദിക്കുക. ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദർശവും നയനയൊക്കെ ആണെങ്കിൽ, എന്തിനാണ് മുത്തശ്ശ ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത്, അതിനും മാത്രമേ എന്ത് തെറ്റ് ചെയ്തു മുത്തശ്ശ ഞാൻ എന്നൊക്കെ നയനയും ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ പറയാം, മോളെ നിങ്ങൾ ഏതായാലും ഈ കമ്പനിയിൽ ഒരു പരാജയം ഉണ്ടാക്കി, പക്ഷേ ആ സമയത്ത് ഇവൻ MD സ്ഥാനം രാജിവെച്ച് പോവുകയും ചെയ്തു, പക്ഷേ എല്ലാവരും കൂടി ചേർന്ന് വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയില്ലേ, അതെന്തിനു വേണ്ടിയായിരുന്നു? അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, അപ്പം പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, അതിൻ്റെ കാര്യമില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കണം, അല്ലാതെ അവർക്ക് അസുഖമാണ് ഇവർക്ക് അസുഖമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ല ആരാണ് എനിക്ക് അസുഖമാണെന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞത്, എടാ ചായ നീയാണോ എന്നൊക്കെ എനിക്ക് ചോദിക്കുകയാണ്. അപ്പം ആദർശാണെങ്കിൽ, അല്ല അച്ഛനല്ല, നയന അമ്മയെ വിളിച്ചപ്പോൾ അമ്മ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞെങ്കിലേ ഇവരെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ, എനിക്കൊരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും വിളിച്ച് അങ്ങോട്ട് പാട്ട് പോലെ അറിയിച്ചോളൂ, ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ എന്ന് മുത്തശ്ശൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടന്ന് ഷൗട്ട് ചെയ്യാണ്. വാർത്തയ്ക്ക് ആവുമ്പോഴേ അസുഖങ്ങളൊക്കെ ഉണ്ടാകും, ഈ ശരീരത്ത് നേരത്തെ ഒരു മാരകാസുഖം പിടിച്ചതാണല്ലോ, അപ്പോൾ അതിപ്പോൾ മാറുകയും ചെയ്തു, അപ്പോൾ വൈറസ് ഭൂമിയിലുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ശരീരത്തെ ബാധിക്കുകയും ചെയ്യും, അതുകൊണ്ട് തന്നെ ഇതും പറഞ്ഞുകൊണ്ട് ആൾക്കാരൊക്കെ എന്നെ കാണാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ജീവിത സാഹചര്യമാണ്, അസുഖങ്ങൾ പിടിക്കും, മാറും, ചിലപ്പോൾ മരണപ്പെട്ടു പോവുകയും ചെയ്യും,
ഹാ, ഞാൻ മരിച്ചാലും നിങ്ങൾ എന്നെ കാണാൻ വരണ്ട എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ മുഖത്തടിച്ച രീതിയിൽ പറയാണ്. ഇത് കേട്ടിട്ട് രണ്ടുപേർക്കും ഭയങ്കര ഒരു സങ്കടം തോന്നുക. അപ്പോൾ നമ്മുടെ ജയനാണെങ്കിൽ മക്കളെ ഇനിയും കൂടുതൽ സംസാരിച്ച് വഷളാക്കാൻ നിൽക്കണ്ട. അച്ഛന് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോയി നിൽക്ക്. ഏതായാലും അച്ഛനെ കണ്ടല്ലോ, സമാധാനമായല്ലോ, നിങ്ങൾ പുറത്തു പോയിക്ക് നിൽക്കുന്നും പറഞ്ഞ് നമ്മുടെ നയന പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ ആദർശ് ഒന്നും കൂടി ഒന്ന് നമ്മുടെ മുത്തശ്ശനെ തിരിഞ്ഞ് നോക്കിയാൽ മുത്തശ്ശനെ നോക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ മുഖം തിരിഞ്ഞ് അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇറങ്ങിപ്പോവുക. അപ്പോൾ മുത്തശ്ശന് ഭയങ്കര സങ്കടം തോന്നുകയാണ്. കാരണം ആദർശിനെ മാറ്റി നിർത്തിയത് ഈ ഒരു കാരണം കൊണ്ടാണല്ലോ. കമ്പനി എങ്ങനെയെങ്കിലും ഉയർച്ചയിലേക്ക് എത്തണം, ഒരിക്കലും ആദർശിന് വീഴ്ച വരാനായിട്ട് പാടില്ല എന്നൊരൊറ്റ ഉദ്ദേശം കൊണ്ടാണല്ലോ മുത്തശ്ശൻ മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ ജയൻ നേരെ ആദർശിൻ്റെയും നയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നയനെ ചോദിക്കണം, എന്തിനാണ് ഇങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ കിടന്ന് പെരുമാറുന്നതെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്ത് ചെയ്യാനാ മോളെ, അച്ഛന് മനസ്സിൽ അത്രയും വേദന ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നിങ്ങളോട് വെറുപ്പില്ല, പക്ഷേ അച്ഛൻ്റെ മനസ്സിലെന്താന്ന് ഒട്ടും പിടികിട്ടുന്നില്ല മോളെ. അതാണിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ല, ആദർശേട്ടനെ ഒരുപാട് സ്നേഹിച്ചിരുന്നതല്ലേ ആദർശേട്ടൻ്റെ മുത്തശ്ശൻ, പിന്നെ ആദർശേട്ടനോട് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. എടാ ആദർശേ, ഇതേ അധികം താമസിക്കാൻ നിൽക്കണ്ട. നീ ഏതായാലും നയനമോളെയും കൊണ്ട് പോകാൻ നോക്ക്. പുറത്തേ നല്ല തണുപ്പാണ്, ഇപ്പോഴത്തെ കാലാവസ്ഥ എല്ലാം മാറിയിരിക്കുക. അപ്പോൾ ആ സ്ഥിതിക്ക് മോളെയും കൊണ്ട് പോകുമ്പോഴും വരുമ്പോഴൊക്കെ സൂക്ഷിക്കണം. ഇനി അധികം താമസിക്കാൻ നിൽക്കേണ്ട, പോകാൻ നോക്കുക നിങ്ങളെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ആദർശനാണെങ്കിൽ ഭയങ്കര ഒരു സങ്കടം, മുത്തശ്ശൻ്റെ ഒരു അക്ഷരം പോലും മിണ്ടിയില്ലല്ലോ, തന്നോട് ദേഷ്യപ്പെട്ടാണോ സംസാരിച്ചെന്നൊക്കെ ആലോചിക്കുമ്പോൾ വളരെയേറെ സങ്കടമുണ്ട്. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശൻ്റെ അടുത്തേക്ക് നേരെ ഡോക്ടർ വരിക. അപ്പോൾ ഡോക്ടർ വന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കൊള്ളാലോ, കൊച്ചുമോനും കൊച്ചുമോളൊക്കെ കാണാൻ വേണ്ടി വന്നായിരുന്നോ? വന്നായിരുന്നു. അവർ വന്നാലെന്ത് വന്നില്ലെങ്കിൽ എന്ത് ഡോക്ടറെ? അല്ല, BP ഇച്ചിരി നോർമലായിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചാണ്. ഡോക്ടറെ, അത് അവർ വന്നതുകൊണ്ടാണോ ഡോക്ടറെ? ഡോക്ടർ എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടിരിക്കണം, എന്താ ആൻറ്റിബയോട്ടിക്സ് അല്ലേ? അപ്പോൾ പിന്നെ BP നോർമലാകാൻ വേണ്ടിയല്ലേ അതല്ലേ ചെയ്തത്, അതുകൊണ്ടായിരിക്കും നോർമലായത്. എൻ്റെ പൊന്നു സാറേ, ഇതൊക്കെ ശരീരത്തിൽ പിടിച്ചു വരണമെങ്കിലേ കുറച്ച് സമയം പിടിക്കണം. പക്ഷേ ഇത് പെട്ടെന്നല്ല അത്ഭുതം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്ത് വേണം കരുതാനായിട്ട്? മുത്തശ്ശനെ കാണാനായിട്ട് കൊച്ചുമകനും കൊച്ചുമകളും വന്നു, അതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴും ഡോക്ടർ അനാവശ്യം പറയാൻ നിൽക്കരുത്. എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. അവർ വീട് വിട്ട് ഇറങ്ങിപ്പോയവരാണ്. അപ്പോൾ പിന്നെ അവരെ കണ്ടെന്ന് വിചാരിച്ച് എൻ്റെ BP എങ്ങനെ നോർമലാകാനാണ്? എൻ്റെ സാറിനെ കുറിച്ച് എനിക്കറിയില്ലേ. സാർ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഈ ആദർശ് എന്ന് പറഞ്ഞ കൊച്ചുമകനെയാണ്. നേരത്തെ മുതൽ എനിക്കറിയാം. ഇവിടെ നേരത്തെ അഡ്മിറ്റ് ആയപ്പോൾ ഈ ആദർശ് മോനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദർശിൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണും കൂടി കടന്നു വന്നപ്പോൾ ആ പെണ്ണിനെയും ജീവന തുല്യം സ്നേഹിക്കാൻ തുടങ്ങി ഈ അനന്തമൂർത്തി മുത്തശ്ശൻ അല്ലേ? അപ്പോൾ പിന്നെ പെട്ടെന്ന് ആദർശ് എന്ന് പറഞ്ഞ കൊച്ചുമോനെ വെറുക്കാനൊന്നും പറ്റില്ലെന്ന് എനിക്കറിയാം സാറേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നു ഡോക്ടറെ, നീ ഈ കാര്യം ജയൻ വരുമ്പോൾ ജയനോടൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ ഡോക്ടറോട് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചതല്ലേ, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ. ആദർശ് നല്ല വഴിക്കാകണം, നേർവഴിക്കാകണം. അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു പ്രയത്നം ചെയ്യുന്നത്. അവനിപ്പോൾ എൻ്റെ അടുത്ത് അടുക്കാനായിട്ട് പാടില്ല. ഡോക്ടർ പറഞ്ഞത് സത്യം തന്നെ, ഡോക്ടർമാരോട് കള്ളം പറയാൻ പാടില്ലല്ലോ. എൻ്റെ കൊച്ചുമോനും കൊച്ചുമോളൊക്കെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ചൂടായി നിന്ന മനസ്സ് ഒന്ന് തണുത്തു, ഒരാശ്വാസം തോന്നി. പക്ഷേ എനിക്കത് അവരുടെ മുന്നിൽ കാണിക്കാനായിട്ട് പറ്റില്ലല്ലോ ഡോക്ടറെ. അതുകൊണ്ടാണ് ഞാനൊരു അക്ഷരം പോലും മിണ്ടാതെ അവരോട് ദേഷ്യപ്പെട്ട് കൂടുതൽ നേരം സംസാരിച്ചത്. അല്ലാതെ എനിക്ക് അവരോട് ഒരു ദേഷ്യമില്ല. അവർ ഉയരങ്ങളിലേക്ക് വരണം, വന്നിട്ട് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനിപ്പോൾ സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ അവൻ അതിൽ പിടിച്ചു കയറും, പിന്നെ അവനൊരു ഉത്തരവാദിത്തമില്ലാതെയായി മാറുക തന്നെ ചെയ്യും. അതുകൊണ്ട് അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഡോക്ടർ ആരോടും പറയരുതേ. അപ്പോഴേക്കും ദാ വരുന്നു ജയൻ. അപ്പോൾ ജയൻ ചോദിക്കുകയാണ്, അച്ഛൻ എന്ത് പരിപാടിയാണ് ചെയ്തത്? ആദർശൻ അതിനെ വന്നിട്ട് അവരോട് ഒരു അക്ഷരം പോലും മിണ്ടാതെ എന്തിനാ അവരോട് ദേഷ്യപ്പെട്ടത് എന്ന് ചോദിക്കുകയാണ്. പിന്നെ ഞാനെന്തിനാണ് അവരോട് സ്നേഹം കാട്ടുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. അവരെന്നെ കാണാൻ വന്നത് പോലും അവരെന്നെ സ്നേഹം കൊണ്ടാണ് അവരെന്നെ കാണാൻ വന്നത്. എനിക്ക് തോന്നുന്നില്ല അവരെന്നെ സ്നേഹം കൊണ്ടാണ് കാണാൻ വന്നതെന്ന്. അവരെ എനിക്ക് മനഃപൂർവ്വം അസുഖം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഓരോരുത്തർ വന്നോളും മനുഷ്യന് BP ഇതൊക്കെ കൂട്ടാനായിട്ട്. അപ്പോൾ ഡോക്ടർക്ക് ചിരി വരികയാണ്. കുറച്ച് സത്യങ്ങളെല്ലാം ഡോക്ടർക്കും അറിയാലോ.
അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറയണേ, ഏതായാലും BP കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഡോക്ടറെ, എനിക്ക് BP കുറഞ്ഞത് അത് ഡോക്ടർ ആൻറ്റിബയോട്ടിക് കുത്തിവെക്കുന്നുണ്ട്, ഡോക്ടർ അങ്ങോട്ട് ചെല്ലാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ ഡോക്ടർ സത്യങ്ങൾ പറയാന്നുള്ളൊരു പേടി നമ്മുടെ മുത്തശ്ശൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ജയനാണെങ്കിൽ എന്നാലച്ചാ അങ്ങനെ വേണ്ടായിരുന്നു കേട്ടച്ചാ, എന്നാലും വേണ്ടാതില്ല, എന്നെ ഡിസ്ചാർജ് ചെയ്തോളണം എന്ന് പറയാം. ഒരു ദിവസം കൂടി കിടന്നിട്ട് പോരെ എന്ന് ഡോക്ടർ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറ്റില്ല, എനിക്ക് ഇന്ന് തന്നെ പോകണം, എനിക്കൊരു കുഴപ്പവും ഇല്ല, ഇനിയിപ്പോൾ കുഴപ്പമുണ്ടെങ്കിലും അങ്ങോട്ട് തീരട്ടെ ഡോക്ടറെ, അതല്ലേ ഏറ്റവും നല്ലത് എന്ന് പറയുകയാണ്. അപ്പോൾ ജയനാണെങ്കിൽ എങ്കിൽ പിന്നെ ഡോക്ടറെ ഡിസ്ചാർജ് ചെയ്തേര്, അച്ഛൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടേന്നേ, ഇനി അതിൽ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇവർ പറയുക. പിന്നീട് കാണിക്കുന്നത് ഈ അവന്തികയുടെ അച്ഛനെയാണ്. അച്ഛൻ്റെ ഇരുന്ന് ഭയങ്കര ചിരിയാ. അപ്പോൾ അവന്തിക ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ മുത്തശ്ശിന് അസുഖമാണെന്നൊക്കെയല്ലേ പറയുന്നത്, ഇനിയിപ്പോൾ വല്ല തട്ടിപ്പോകുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ മോളെ അങ്ങനെ ഒരിക്കലും പാടില്ല, അയാൾ ഇപ്പോൾ മരിക്കാനായിട്ട് പാടില്ല, ചില കാര്യങ്ങളൊക്കെ അയാൾ കാണാനുണ്ട്, അതിനുശേഷമേ അയാൾ തട്ടിപ്പോകാനായിട്ട് പാടുള്ളൂ. ഇനി അയാൾ ആ കുടുംബത്തിൽ നിന്ന് പടിയിറങ്ങി പോകണം. ഇപ്പം ആദർശൻ നയനയും പടിയിറങ്ങിപ്പോയില്ലേ, അതേപോലെ അയാളും പടിയിറങ്ങണം. അതിനുശേഷം ആ വീട് എൻ്റെ പേരിൽ കിട്ടണം, അതാണ് വേണ്ടത്. അച്ഛാ അതൊക്കെ എളുപ്പമുള്ള കാര്യമാണോ? അതൊക്കെ അച്ഛൻ പറഞ്ഞ ഉടനെ തന്നെ നടത്താൻ പറ്റുന്ന കാര്യമാണോ അച്ഛാ? അച്ഛനൊന്ന് ചിന്തിച്ച് നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോളെ അത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ നടത്തിയെടുക്കും, അതിനുള്ള വഴികളെല്ലാം എനിക്കറിയാം. എനിക്ക് അയാളോട് തീരാത്ത പകയാ. കാരണം ഞാൻ ദരിദ്രനായിരുന്ന സമയത്ത് അയാൾ എന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, ആ വെള്ളം ആട്ടിപ്പായ്ക്കുക ചെയ്ത്. ഇപ്പം എനിക്ക് പണമുണ്ട്, സമ്പാദ്യമുണ്ട്, സ്വത്തുക്കളുണ്ട്. അപ്പം പിന്നെ അയാളെ തറ പറ്റിക്കാനായിട്ട് എനിക്ക് എളുപ്പമാണ്. ഇനിയും ഒരു ഷോക്കും കൂടി താങ്ങാനായിട്ട് അയാൾക്ക് കഴിയില്ല. വീണ്ടും പോയ മാരകരോഗം അയാൾക്ക് തിരിച്ചു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു കാഴ്ചപ്പാടിൽ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് അവന്തികയാണെങ്കിൽ അച്ഛാ എനിക്കേ മുത്തശ്ശിനെ കാണാൻ പോകണമെന്ന് ഉണ്ടായിരുന്നു, ഞാൻ ഇന്ന് കാണാൻ പോകുന്ന വിചാരിച്ച്. വേണ്ട മോളെ, ഇന്ന് ഏതായാലും നീ കാണാൻ പോകണ്ട, അയാളെ ഡിസ്ചാർജ് ചെയ്ത് നോക്കട്ടെ, നാളെ ഡിസ്ചാർജ് ചെയ്തില്ലെങ്കിൽ നാളെ കാണാൻ പോ, അതായിരിക്കും നല്ലത്. അച്ഛൻ പറഞ്ഞത് എങ്ങനെയാണോ അതേപോലെ തന്നെ നടക്കാം. പിന്നെ കാര്യങ്ങളെല്ലാം അറിയാലോ അല്ലേ, നമ്മൾ രണ്ടുപേരും ഇവിടെ ഗൂഢാലോചന ചെയ്യുന്ന ആ കാര്യങ്ങൾ ഒരു മനുഷ്യ കുഞ്ഞു പോലും അറിയാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ പല ഉദ്ദേശങ്ങളുണ്ടെന്ന് അറിയാലോ. ഇനി ആ വീട്ടിൽ വാഴാൻ പോകുന്നത് ഞാനും മോളും നിന്റെ അമ്മയും നിന്റെ ആങ്ങളെയും ചേർന്നായിരിക്കും. അവരെ എല്ലാവരെയും പടിയായിട്ട് ഞാൻ ഇറക്കി വിടുക തന്നെ ചെയ്യും എന്നൊക്കെ ഇയാൾ ഭയങ്കര രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. പിന്നീട് നമ്മുടെ ആദർശിനെയും നയനെയും കാണിക്കണം, ഇവർ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആദർശ് പറയണ, എനിക്ക് മുത്തശ്ശൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡില്ലേ അതെനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല, എനിക്ക് വളരെയേറെ സങ്കടം തോന്നി നയനെ, നമ്മളൊരു അക്ഷരം പോലും മിണ്ടാതെ ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദർശേട്ടനല്ലേ അതിനുള്ള കാരണങ്ങളെല്ലാം പറഞ്ഞത്, പിന്നെ എന്താ ആദർശേട്ടാ, എന്നാലും മുത്തശ്ശൻ്റെ മനസ്സിലൊക്കെ എന്താണെന്നറിയാം, മുത്തശ്ശന് ആ ഒരു തകർച്ച താങ്ങാൻ പറ്റുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ മുത്തശ്ശൻ്റെ ഈ ഇടക്കുള്ള സ്വഭാവമില്ലേ അതെനിക്കൊരിക്കലും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല നയനെ, അതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് കുടുംബത്തെയും അതേപോലെ തന്നെ ബിസിനസ്സെയൊക്കെ ഒരേപോലെ സ്നേഹിക്കുന്നു എന്നാണ്. ഒരുപിടിയും മുന്നേ ഇത് കൊടുത്തിരിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല ഇവിടെ കാര്യങ്ങളെന്ന് എനിക്ക് മനസ്സിലായി നയനെ. മുത്തശ്ശന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അത് ബിസിനസ്സിനെ തന്നെയാണ്. ആ ബിസിനസ് തകർന്നു പോയപ്പോഴല്ലേ മുത്തശ്ശന് ഇങ്ങനെ ഭാവമാറ്റങ്ങളെല്ലാം സംഭവിച്ചത്. ആദർശേട്ടാ വീട്, ആദർശേട്ടാ എല്ലാം ശരിയാവും. നമ്മൾക്ക് പറ്റിപ്പോയ തെറ്റുകളെല്ലാം മുത്തശ്ശന് മുന്നിൽ എല്ലാം ക്ലിയർ ആക്കി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മുത്തശ്ശൻ ആകെ തണുക്കും. മുത്തശ്ശനോട് ദേഷ്യം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പാവത്തിന് അസുഖമല്ലേ. ഇനിയിപ്പോൾ പോയ അസുഖങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ മുത്തശ്ശന് എന്തെങ്കിലും ആപത്ത് പറ്റുമെന്ന് എനിക്ക് പേടിയുണ്ട് ആദർശേട്ടാ. ആ ഒരു പേടി എനിക്കുണ്ട് നയനെ, അതുകൊണ്ടാണ് ഞാനും കൂടുതലൊന്നും സംസാരിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ ജലജയും അഭിയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ജലജ പറയാണ്, അച്ഛനിന്ന് വരുമോ, അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യൂലേ, നാളെ വരുവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അല്ലമ്മേ ഇനി അങ്ങേരും തട്ടിപ്പോകുമോ? എടാ വായ തുറന്ന് അങ്ങനെയൊന്നും പറയാതല്ലേടാ, അങ്ങനെയും തട്ടിപ്പോകാൻ പാടില്ല. എന്തമ്മേ അങ്ങനെയൊക്കെ പറയുന്നത്? അതെ, നിന്റെ മുത്തശ്ശൻ ഇപ്പം തട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതിൻ്റെ പേരിൽ ആദർശൻ അതിനെയും കൂടി ഈ വീട്ടിലേക്ക് വരും, പിന്നെ അവരിവിടെ താമസമാവും. അമ്മേ എന്തായാലും നവ്യ എനിക്ക് ആ കമ്പനിയിൽ ഒരു ജോലി മേടിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങോട്ട് പോകണം ജോലിക്ക്. അങ്ങോട്ടൊന്നും ജോലിക്ക് നീ ഇപ്പോൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കൊരു ജോലി വേണ്ടേ, എനിക്കൊരു സമ്പാദ്യം വേണ്ടേ? എടാ നിനക്ക് സമ്പാദ്യമൊക്കെ വേണം, പക്ഷെ ഇവിടം വിട്ട് നീ അവിടെ ജോലിക്ക് പോയി കഴിഞ്ഞാലാക്കിയ പ്രശ്നമോ. പക്ഷെ അങ്ങനെ ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് നവ്യയുടെ റെക്കമെൻഡേഷൻ, നവ്യ പറഞ്ഞിട്ടാവണം, നവ്യ നിർബന്ധിച്ചിട്ടാവണം നീ ജോലിക്ക് പോകാൻ. എന്നാൽ മാത്രമേ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുള്ളൂ.
ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശനും അവരും കൂടി കയറി വരുന്നത്. ഓ, ഇയാളെ ഡിസ്ചാർജ് ചെയ്തോ എന്ന് പറയുക. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് ചെല്ലുക. അപ്പോൾ ദേവയാനിയും ആനിയൊക്കെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അനി ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് മുത്തശ്ശ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, കുഴപ്പമൊന്നുമില്ല, ഞാൻ തിരിച്ചെത്തിയില്ലേ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, ആദർശിനും നയനയും കാണാൻ വന്നായിരുന്നോ? അവർ കണ്ടെന്ന് വിചാരിച്ച് എൻ്റെ അസുഖങ്ങൾ മാറോ? ഇല്ലല്ലോ, അവരെന്തിനാണ് അനാവശ്യമായിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ലെന്നൊക്കെ മുത്തശ്ശൻ എടുത്ത വായിക്കും പറയാ. ആദർശ് വന്ന് പറഞ്ഞ കൊച്ചുമോനെ കണ്ടാലേ എനിക്ക് അസുഖം കൂടത്തേ ഉള്ളൂ. അപ്പോൾ അതെ ജലജയും വരികയാണ്. അപ്പം അച്ഛാ എങ്ങനെയുണ്ട് അച്ഛാ? അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ആംബുലൻസിലല്ലല്ലോ വന്നത് ജലജയെ, പോയതുപോലെ കാറിലും ഇങ്ങോട്ട് വന്നതും കാറിൽ തന്നെയാ. അപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് കരുതിയാൽ പോരെ, ഞാൻ മരിച്ചിട്ടില്ലെന്ന് മനസ്സിലായാൽ പോരെ? അയ്യോ എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിൻ്റെയൊക്കെ മനസ്സിലിരിപ്പോൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്നൊക്കെ അവിടെ പറയാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നത് തന്നെ. നമസ്കാരം. താങ്ക് യു. ബൈ.